തൃശൂരിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി വിനോദിന്റെ മൃതദേഹം മഞ്ഞുമ്മലിലെ വീട്ടിലെത്തിച്ചു. നാട്ടുകാരും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിക്കാനായി വീട്ടിലെത്തി. തലയ്ക്കേറ്റ ആഘാതമാണ് മരണത്തിനു കാരണം എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു. ശരീരം 9 കഷ്ണങ്ങളായി മുറിഞ്ഞു. മുഖത്തിന്റെ ഇടതുവശം ഇടിച്ചാണ് വീണതെന്നാണ് നിഗമനം. പ്രതി രജനീകാന്ത രണജിത്തിനെ സംഭവം നടന്ന റെയിൽവേ ട്രാക്കിനടുത്തെത്തിച്ച് തെളിവെടുത്തു. എബിൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. എബിൻ, ഈ പാതാളത്തുള്ള പൊതുശ്മശാനത്തിലാണ് സംസ്കാരം എന്നറിഞ്ഞിരുന്നു. സംസ്കാര ചടങ്ങുകൾക്കുള്ള അങ്ങോട്ടേക്കുള്ള യാത്ര തുടങ്ങിയോ? വിവരങ്ങൾ. സ്മിത, ഇപ്പം മൃതദേഹം വീട്ടിൽ നിന്ന് പൊതുദർശനം പൂർത്തിയാക്കി പാതാളത്തുള്ള ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിരവധി ആളുകളാണ്, നൂറുകണക്കിന് ആളുകളാണ് ഈ വിനോദിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയത്. മന്ത്രി പി രാജീവ് എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, റെയിൽവേയിൽ നിന്നുള്ള ആളുകൾ, ഉന്നത ഉദ്യോഗസ്ഥരടക്കം അന്തിമോപചാരം അർപ്പിക്കാനെത്തി. മറ്റ് കലാ സാംസ്കാരിക രംഗത്തു നിന്നുള്ള ആളുകളും ഉണ്ടായിരുന്നു. അതിനു മുന്നോടിയായി തന്നെ മഞ്ഞുമല്ലിലുള്ള 3 മാസമായുള്ളൂ അദ്ദേഹം മഞ്ഞുമല്ലിൽ എത്തിയിട്ടെങ്കിൽ പോലും നിരവധിയായ ആളുകൾ, വീടിന്റെ പരിസരത്തുള്ള ആളുകൾ വിനോദിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. വളരെ വൈകാരികമായ രംഗങ്ങളായിരുന്നു എല്ലാവരും അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഇന്നലെ വൈകുന്നേരം ഇവിടെ നിന്ന് പോയ ആളാണ് ചേതനയേറ്റ ശരീരമായി മഞ്ഞുമല്ലിലെ വീട്ടിലേക്ക് എത്തിയത്. ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. കാരണം ഇന്നലെ വൈകുന്നേരം കൂടി കണ്ടു പിരിഞ്ഞ ആള്, എപ്പോഴും എല്ലാ സമയത്തും ചിരിച്ചുകൊണ്ട് സൗഹൃദപരമായി ഇടപെടുന്ന കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാള്. അതുകൊണ്ട് തന്നെ ഈ വിനോദിന്റെ വിയോഗം എല്ലാവർക്കും അവിശ്വസനീയമായ രീതിയിലായിരുന്നു. നിരവധി ആളുകളാണ് മഞ്ഞുമല്ലിലെ വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. മഞ്ഞുമല്ലിലെ പൊതുദർശനം പൂർത്തിയാക്കി ഇപ്പോൾ വിനോദിന്റെ മൃതദേഹം പാതാളത്തെ ശ്മശാനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, എബിൻ ജോസ് ആണ് വിവരങ്ങളുമായി ചേർന്നത്. പാതാളത്തെ പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. അല്പസമയത്തിനകം തന്നെ സംസ്കാരവും ഉണ്ടാകും. സൂരജ് സജി കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ദുഃഖകരമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ തെറിച്ചു വീണതിന് ശേഷം മറ്റൊരു ട്രെയിൻ കയറി എന്നുള്ള നിഗമനങ്ങൾ അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങളും എല്ലാം എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ അതുതന്നെയാകാം മരണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ജീവനോടെ രക്ഷപ്പെടാനുള്ളൊരു സാധ്യത കൂടി അതില്ലാതാക്കുകയായിരുന്നു. വിവരങ്ങളിൽ കൂടുതൽ പങ്കുവയ്ക്കൂ സൂരജ്. ഒപ്പം തന്നെ ഈ ഒരുപാട് പേർ അങ്ങോട്ടേക്കും എത്തുന്നുണ്ടെന്നാണ് മനസ്സിലായത്. ഇപ്പോൾ സൂരജ് നേരത്തെ ഒരുപാട് പേരുടെ പ്രതികരണങ്ങളൊക്കെ എടുത്തു. വൈകാരികമായി തന്നെ അവരും പ്രതികരിക്കുന്നു. സ്മിത, ഏറെ സങ്കടകരമായ വിവരങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രക്ഷപ്പെടാൻ വേണ്ടി ഇന്നലെ ഒടുവിൽ ഈ തള്ളിയിടുമ്പോൾ പോലും വിനോദ് ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമം വിഫലമായി എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഡോറിന് സമീപം S11 കോച്ചിലെ ഡോറിന് സമീപം വിനോദ് ഫോൺ ചെയ്യുന്നതിനിടയിലാണ് ഈ വൈരാഗ്യപൂർവ്വം ഈ രജനീകാന്ത ഇങ്ങോട്ടേക്ക് എത്തി ഈ 2 കൈയും ഉപയോഗിച്ച് ഇദ്ദേഹത്തെ തള്ളിയിടുന്നു. ആ സമയത്ത് വലത്തെ കൈ കൊണ്ട് ഈ ഡോറിന്റെ പിടിയിൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഇടത്തുവശം ഇടിച്ച് വീഴുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ മുഖത്തിനും തലയ്ക്കുമെല്ലാം ഗുരുതരമായി പരിക്കേറ്റു. തലക്കേറ്റ ക്ഷതമാണ് ഈ മരണത്തിലേക്ക് വഴിതെളിച്ചത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിനോദ് വീണത് തൊട്ടടുത്ത ട്രാക്കിലേക്കായിരുന്നു. അവിടെ മറ്റൊരു ട്രെയിൻ കയറി എന്ന സാധ്യതകൾ ഇന്നലെ തന്നെ പോലീസ് പറഞ്ഞതാണ്. അത് ശരിവെക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു ട്രെയിൻ കൂടി ഈ വിനോദിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഈ 2 കാലുകളും അറ്റുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ശരീരം 9 കഷ്ണങ്ങളായി വേർപെട്ടു എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഈ ആഴമേറിയ മുറിവുകളടക്കം ഈ ശരീരത്തിലുണ്ടായി എന്നതടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏറെ സങ്കടപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ വരുന്നത്. ഈ തലക്കേറ്റ ആഘാതമാണ് ഈ മരണത്തിലേക്ക് വഴിതെളിച്ചത് എന്നെല്ലാം പറയുന്നുണ്ട്. എന്തായാലും ഈ 1000 രൂപ പിഴ ഈടാക്കിയതിന്റെ വൈരാഗ്യമായിരുന്നു ഈ രജനീകാന്തനെ കൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചത്. വെറും 1000 രൂപയുടെ പേരിൽ 1000 രൂപയുടെ പിഴ ഈടാക്കിയതിന്റെ വൈരാഗ്യത്തിൽ തോന്നിയ ഒരു കാര്യം. അതും ഈ മദ്യലഹരിയിലായിരുന്നു പ്രതി ഉണ്ടായിരുന്നത്. ഇന്നലെയൊന്നും തന്നെ പ്രതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മദ്യലഹരി മാറി ഇന്നും അദ്ദേഹവുമായി ഈ പ്രതിയുമായി സംസാരിക്കുമ്പോൾ പോലും പ്രതി ഇതിൽ തെല്ലും കുറ്റബോധമില്ലാത്ത തരത്തിലാണ് ഈ പോലീസിനോടെല്ലാം സംസാരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നും ഈ പോസ്റ്റ്മോർട്ടം നടന്ന തൃശൂർ മെഡിക്കൽ കോളേജിലടക്കം സഹപ്രവർത്തകരായിട്ടുള്ള നിരവധി പേരാണ് അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത്. അവർക്കെല്ലാം പറയാനുള്ളത് 100 കഥകളായിരുന്നു. പ്രത്യേകിച്ച് ഈ ചെറുപ്പകാലത്ത് നാടകത്തിൽ അഭിനയിച്ചു വന്നതും പിന്നീട് മിമിക്രി വേദിയിൽ തിളങ്ങിയതും
കഴിഞ്ഞതും. അങ്ങനെ കലാരംഗത്ത് വിനോദ് പുലർത്തിയ മികവ് അവർ പറയുന്നു. മറുവശത്ത് ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത്, പ്രത്യേകിച്ച് ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ, ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഈ വിനോദ് സജീവമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് എല്ലാവരും പറയുന്നത് ഈ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. സാധാരണക്കാർ മുതൽ ഈ സഹപ്രവർത്തകർ വരെ നീളുന്ന വലിയൊരു സൗഹൃദം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിനോദ് ഇന്നലെ മരിച്ചത് മുതൽ ഈ മരണവാർത്ത അറിഞ്ഞു വരുന്നവർക്കെല്ലാവർക്കും ഇതൊരു വലിയ വേർപാടായിരുന്നു. അവർക്ക് താങ്ങാൻ കഴിയാത്ത സങ്കടമായിരുന്നു ഉണ്ടായിരുന്നത്. അവരെല്ലാം തന്നെ ഈ ദുഃഖം പങ്കുവെക്കുന്നത് പഴയ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം നടന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോലും നമുക്ക് വൈകാരികമായ ഏറെ രംഗങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. സഹപ്രവർത്തകരെല്ലാവരും കണ്ണീരോട് കൂടിയാണ് ഈ വിനോദിനെ അവിടെ നിന്ന് യാത്രയാക്കിയത്. മഞ്ഞുമലിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു പുതിയ തലം കൂടി നമ്മൾ കാണുകയാണ്. ഏറെ വൈകാരികമായ ഒരു നാട് തന്നെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെയും കാണാൻ കഴിയുന്നത്. സ്മിത, ശരി. സുരജ് സജിയാണ് വിവരങ്ങളുമായി ചേർന്നത്. അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. അശ്വിനി, ഈ പ്രതിയെ എപ്പോഴാണ് ഹാജരാക്കുക? ഇന്ന് പകൽ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ചിരുന്നു പ്രതിയെ. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? സ്മിത, ഈ കേസിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കാൻ പഴുതടച്ച നിയമ സാധ്യതകളാണ് പോലീസ് തേടിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് തെളിവെടുപ്പ് രണ്ടിടങ്ങളിലാണ് പൂർത്തിയായത്. റെയിൽവേ പാളത്തിൽ, അതായത് ഈ പ്രതി ഇയാളെ നമ്മുടെ വിനോദിനെ തള്ളിയിട്ട റെയിൽവേ പാളത്തിലും ഒപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്ത പ്ലാറ്റ്ഫോമിലും അടക്കം ഇന്ന് പ്രതിയെ നേരിട്ടെത്തിച്ച് തെളിവെടുത്തിരുന്നു. അതിനുശേഷം വൈദ്യപരിശോധനയും പൂർത്തിയാക്കി സ്റ്റേഷനിലെ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. സമയം വൈകിയതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലായിരിക്കും ഹാജരാക്കുക. എന്തായാലും പോലീസ് സ്റ്റേഷൻ നടപടിക്രമങ്ങൾ അല്പസമയത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് ഈ പ്രതിയുമായി പോലീസ് എത്തും. അവിടെയായിരിക്കും ഏതു തരത്തിലുള്ള ശിക്ഷയിലേക്കാണ് പോകുന്നത്, മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഇന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. എന്തായാലും തെളിവെടുപ്പ് സമയത്ത് പൂർണ്ണമായും ഒരു മാറ്റവുമില്ലാതെ, വൈകാരികമായ ഒരു മാറ്റവുമില്ലാതെയാണ് പ്രതി പോലീസിനൊപ്പം ഉണ്ടായിരുന്നതെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇയാളുടെ കാലിന് പരിക്കുള്ളത് കൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്കോ അല്ലെങ്കിൽ റെയിൽവേ പാളത്തിലേക്കോ ഒന്നും പ്രതി ഇറക്കിയിരുന്നുമില്ല. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ തൃശ്ശൂരുള്ള മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പ്രതിയുമായി പോലീസ് സംഘം എത്തും. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിനോദിന്റെ മൃതദേഹം പാതാളത്തെ പൊതുശ്മശാനത്തിൽ എത്തിച്ചിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അന്തിമ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. നിരവധി പേരാണ് മഞ്ഞുമലിലെ വീട്ടിലും നാട്ടിലുമൊക്കെയായി എത്തിയിരുന്നത്. മാളയിലെ ബന്ധുക്കൾ, അയൽവക്കക്കാർ, നാട്ടുകാർ, അങ്ങനെ വലിയൊരു ജനാവലി തന്നെ വിനോദിനെ ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അവിടെ എത്തിച്ചേർന്നിരുന്നു. വൈകാരികമായ ദൃശ്യങ്ങളാണ് നമ്മൾ മഞ്ഞുമലിലെ വീട്ടിൽ നിന്ന് കണ്ടത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നു.